സോഷ്യൽ മീഡിയ രംഗത്ത് തന്നെ ഫേമസ് ആയ യൂട്യൂബിൻ്റെ നിർമ്മാതാവാരാണ്? എങ്ങനെയാണ് യൂട്യൂബ് ഇത്രയും ഫേമസ് ആയത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെറ്റക് മലയാളം. കഥയുടെ തുടക്ക സമയം 2000കളുടെ ആദ്യങ്ങളിലായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഒരു വന്യമായ അതിർത്തിയായിരുന്നു ആ സമയം 3 കൂട്ടുകാർ ചേർന്ന് ഇൻ്റർനെറ്റിൻ്റെ വലിയൊരു സാധ്യതയെ കണ്ടു. ആ സമയം അവർക്കറിയില്ലായിരുന്നു അവർ ലോക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെ അവർ എന്നേക്കുമായി മാറ്റാൻ പോവുകയാണെന്ന്. തുടങ്ങുന്നത് 2005-ലാണ്. പേപ്പാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പേർ, ചാഡ് ഹെർലി, സ്റ്റീവ് ചെൻ ആൻഡ് ജവാദ് കരീം എന്നിവർ ചേർന്നുകൊണ്ട് ആർക്കും അവരുടെ വീഡിയോകൾ ലോകമായി പങ്കിടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു. യൂട്യൂബിൻ്റെ ആദ്യ തുടക്കം ചെറിയ ചെറിയ കുട്ടി പൂച്ചകളുടെ വീഡിയോയും ഗായകരാവാൻ ശ്രമിക്കുന്നവരുടെ പാട്ട് പാടുന്ന വീഡിയോകളും അങ്ങനെ ജീവിത സമയങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ വീഡിയോകളായി ആൾക്കാർ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. പക്ഷേ അവിടെ എങ്ങും തീർന്നില്ല. അതിൻ്റെ വലിയ സാധ്യതകൾ ആൾക്കാർ മനസ്സിലാക്കുകയും വലിയ വലിയ വീഡിയോകൾ പങ്കുവയ്ക്കാനും അവർ ആരംഭിച്ചു. യൂട്യൂബ് എന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തുടക്കം. താമസിക്കാതെ തന്നെ സ്വന്തം വീട്ടിനുള്ളിൽ നിന്നും പ്രശസ്തിയും ഭാഗ്യവും കണ്ടെത്തി സംഗീതജ്ഞന്മാർ, ഹാസ്യനടന്മാർ, വ്ളോഗർമാർ എന്നിവരുടെ കരിയർ ആരംഭിക്കുന്ന പുതിയ പ്രതിഭകളുടെ ജനന കേന്ദ്രമായി യൂട്യൂബ് മാറിക്കൊണ്ടിരുന്നു. ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ക്യാമറയുമുള്ള ആരെയും താരമാകാൻ യൂട്യൂബ് അനുവദിച്ചു. ഇതുകൊണ്ടൊന്നും യൂട്യൂബിൻ്റെ പരിണാമം അവസാനിക്കുന്നില്ല. വർഷങ്ങൾ കടന്നുപോകവേ പ്ലാറ്റ്ഫോം പരിവർത്തനങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് വിധേയമായി യൂട്യൂബ് മാറി. അതിൻ്റെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന യൂസേഴ്സും ആവശ്യങ്ങളും യൂട്യൂബിനെ വളർത്തി. അങ്ങനെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വേദി കൂടിയാക്കി മാറി. ഇത് സിനിമ സൂപ്പർ സ്റ്റാറിൻ്റെ യുഗത്തിൽ നിന്നും യൂട്യൂബ് സൂപ്പർ സ്റ്റാറിൻ്റെ യുഗത്തിന് കാലമായി. അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. യൂട്യൂബേഴ്സ് വെറും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവരായി നിന്നില്ല. അവർ പരസ്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. സംരംഭകരായി, ബ്രാൻഡ് ഡീലേഴ്സായി മാറുകയാണ് ചെയ്തത്. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് കാണാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമായി തന്നെ യൂട്യൂബ് നിലകൊള്ളുന്നു. മുഖ്യന്മാരെ വരെ വിമർശിക്കാനും ലോകത്തിൻ്റെ സാധ്യതകളെ തൊട്ടുണർത്താനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി യൂട്യൂബ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് യൂട്യൂബ് ഒരു വെബ്സൈറ്റ് എന്നതിലുപരി ഇതൊരു ആഗോള പ്രതിഭാസമാണ്. സാംസ്കാരിക ടച്ച് സ്റ്റോണാണ്. കൂടാതെ ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രതീകവുമാണ്. നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയും ഇത് പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പുതിയ അറിവുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.